എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ എനിക്ക് ചെക്കപ്പ് ഉണ്ട്, അതിന് വേണ്ടി പോവാണ്. അപ്പൊ ചിലരൊക്കെ പറയുന്ന പോലെ സിമ്പതിക്ക് വേണ്ടി ഞാൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകുന്നു. ഇഷ്ടപ്പെടുന്നവർ പറയുന്ന പോലെ ഇന്ന് ഡോക്ടർ ചെല്ലേണ്ട ദിവസമാണ്, അങ്ങനെ പോവാണ്. അപ്പൊ പോകുന്ന വഴിക്കാണ് നമ്മള് സൈബർ സെല്ലിൽ പോകണം, ഒരു വക്കീലിനെ കാണണം, പോലീസ് സ്റ്റേഷനിൽ പോകണം. അതായത് നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നെഗറ്റീവാണ് എന്ന് കരുതിയ പോലെ അവരെഴുതി മനുഷ്യനെ വ്യക്തിഹത്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പോസിറ്റീവും നെഗറ്റീവും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരില് വളരെ മോശമായി സംസാരിക്കുക, വളരെ വളരെ മോശമായി സംസാരിക്കുക എന്ന് പറയുമ്പോൾ കുറേ നമ്മൾ സഹിച്ചു. വോട്ട് കമന്റ് കിടക്കട്ടെ, വിട്ട് 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 സഹികെട്ട് നിൽക്കുന്ന ഒരു സമയം വന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഒന്ന് രണ്ട് പേര് സ്ഥിരമായി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നമുക്കറിയാലോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും അവരെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാനും, എന്നിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിരിക്കത്തില്ല, പല വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനെതിരെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ഗ്രൂപ്പിലെ ആൾക്കാര് ചുമ്മാ കൂട്ടം കൂടിയിരുന്ന് നെഗറ്റീവ് കമന്റ് ഇട്ട് രസിക്കുന്നു. എടി, നീ ഇന്ന് ഇന്ന ആൾക്ക് നെഗറ്റീവ് കമന്റ് ഇട്, എന്നിട്ട് അതൊന്ന് എനിക്കൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നെ ഞാൻ ഇന്ന ആൾക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് തോന്നി ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെ ഇത്ര സമയം കിട്ടുമോ, അല്ലെ ഡ്യൂട്ടി ആയിരിക്കും. തിങ്കളാഴ്ച ഞാൻ ദീപ്തിക്ക് കമന്റ് ഇടാം, ബുധനാഴ്ച നീ ഇന്ന ആൾക്കിട്, എന്നിട്ട് നമുക്ക് എല്ലാവരെയും കൂടെ കരയിപ്പിക്കാം. ഇങ്ങനെ ആയിരിക്കാം. ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ കാര്യമല്ല പറഞ്ഞേ, അവരുടെ കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ഇടുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരുപാട് നാളായിട്ടുണ്ട് ഈ ദീപ്തി സീതത്തോണിനെതിരെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഏത് വീഡിയോ ഇട്ടാലും ഇത് കണക്ക് വന്ന് അതിൻ്റെ അടിയിൽ കമൻസ് ഇട്ട് ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ കമൻസ് ഇടുകയും അവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് സമയങ്ങളിൽ ഇതിനെപ്പറ്റി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതേ കണക്കത്തുള്ള ആൾക്കാർ പിന്നെയും ഇത് വന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദീപ്തി ഉണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നത്, ഇതിനെതിരെ ഉണ്ടെങ്കിൽ ഒരു കേസ് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമാണ് എടുക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുക, അതിനെപ്പറ്റി പറയുന്നവർക്കെതിരെയല്ല, ഇതിനടിയിൽ ആരാണോ വന്ന് ബാഡായിട്ടുള്ള കമൻറ്റ്സ് ഇടുന്നത് അവർക്കെതിരെയാണ് ദീപ്തി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് പേരുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയക്കകത്തുണ്ടെങ്കിൽ ആരെയും അവരുടെ മുഖമോ അങ്ങനത്തുള്ള ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഏത് വീഡിയോയ്ക്ക് അടിയിൽ പോയി ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇടുകയും എന്തും പറയാമെന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നവരുണ്ട്. സോ അവർക്കെതിരെ ഉണ്ടെങ്കിൽ ഇതൊരു താക്കീതാണെന്നാണ് ദീപ്തി സീതത്തോട് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ആയിട്ടൊക്കെ ഇടാവുന്നതാണ്. എന്ന് വെച്ച് ഭയങ്കര മോശമായിട്ട് വൾഗറായിട്ടോ അല്ലെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതോ അവരെ ഭയങ്കരമായിട്ട് മോശമായിട്ട് പറയുന്ന രീതിയിലുള്ള കമൻറ്റ്സ് ഒന്നും ഇടുന്നത് അത്ര നല്ലതായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ കമൻറ്റ്സ് ഇടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളോ അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരെ പോലത്തെ ഉള്ളവരൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ആ ദേഷ്യം എല്ലാ കാര്യങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ടുണ്ട് ഇട്ട് അവരുടെ ദേഷ്യം തീർക്കുന്നതൊക്കെ അങ്ങനത്തെ ഉള്ള വഴി കൂടെ ആയിരിക്കും. സോ അങ്ങനത്തെ ഉള്ളതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോശമായിട്ടുള്ള രീതിയാണ്. സോ അങ്ങനെ ചെയ്യുന്നവർക്കെതിരെയാണ് ഇപ്പോൾ ദീപ്തി ഉണ്ടെങ്കിൽ കേസ് കൊടുക്കാൻ പോകുന്ന ഈ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്.